ഹായ് ഹലോ. സഹാരി റേസ് ബസിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മക്കളെ, എല്ലാ പരീക്ഷകൾക്കും ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ് സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്. എന്താണ് അതിൽ പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്നെല്ലാം വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കുറച്ച് ടേമുകൾ പരിചയപ്പെടാം. പലപ്പോഴും കുട്ടികൾക്ക് ഈ ബേസിക് ടേമുകളൊക്കെ അറിയത്തില്ലാത്ത കൂട്ടുകാരുണ്ട്. നമുക്ക് ബേസിക് ടേമുകൾ പരിചയപ്പെട്ടിട്ട് ബാക്കി പഠിക്കാം. ആദ്യം, എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ മുതൽ എന്ന് പറയും അല്ലെ. മുതൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്താ മക്കളെ? ഒരു നിശ്ചിത കാലയളവിലേക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നതോ ആയ തുകയാണ് മുതൽ. അതിനെ പ്രിൻസിപ്പൽ എമൗണ്ട് പി എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യെസ്. അടുത്തത്, എന്താണ് ഐ? ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. മലയാളത്തിൽ നമ്മൾ പലിശ എന്ന് പറയും അല്ലേ. ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്, മലയാളത്തിൽ പലിശ എന്ന് പറയും. എന്താ സംഭവം? ഈ പലിശ എന്ന് പറഞ്ഞാൽ മുതലിന് പ്രതിഫലമായി നൽകുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന അധിക തുകേനെയാണ് നമ്മൾ പലിശ എന്ന് പറയുന്നത്. ഈ പലിശകൾ നമുക്ക് പഠിക്കാനുള്ളതിൽ രണ്ട് തരമുണ്ട്. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശ. രണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ. അപ്പൊ പലിശകൾ രണ്ട് തരം, SI ആൻഡ് CI. ഇനി എന്താണ് എൻ? എൻ എന്ന് പറഞ്ഞാൽ അത് കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. കാലയളവ്. എൻ എന്ന് പറഞ്ഞാൽ കാലയളവാണ്. ഈ കാലയളവ് നമ്മൾ ഇയർ എന്ന യൂണിറ്റിലാണ് പറയാറ്. കാലയളവ് നമുക്ക് ദിവസത്തിൽ പറയാൻ പറ്റും, വർഷത്തിൽ പറയാൻ പറ്റും, മാസത്തിൽ പറയാൻ പറ്റും അല്ലെ. കാലയളവ് എങ്ങനെ വേണമെങ്കിലും പറയാം. ഇവിടെ കാലയളവ് ഇയറിലാണ്, വർഷത്തിലാണ് പറയേണ്ടത്. യൂസ് ചെയ്യേണ്ട യൂണിറ്റ് ഇയർ ആണ്. അപ്പൊ എന്താണ് പി, എന്താണ് ഐ, എന്താണ് എൻ എന്ന് മനസ്സിലായി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ഒരാളുണ്ട്, അത് ആറാണ്. നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. മലയാളത്തിൽ പലിശ നിരക്ക് എന്ന് പറയും. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക്. ഇതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ എല്ലാവരും കാണാതെ പഠിക്കണം. പലിശ നിരക്ക് 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ലഭിക്കുന്ന പലിശയെ വിളിക്കുന്ന പേരാണ് പലിശ നിരക്ക്. ഈ ഡെഫിനിഷൻ അങ്ങ് കാണാതെ പഠിച്ച് 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഈടാക്കുന്ന പലിശയാണ് പലിശ നിരക്ക്. 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഈടാക്കുന്ന പലിശയാണ് പലിശ നിരക്ക്. 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഈടാക്കുന്ന പലിശയെ വിളിക്കുന്ന പേരാണ് പലിശ നിരക്ക്. എത്ര രൂപയ്ക്ക്? 100 രൂപയ്ക്ക്. എത്ര കാലയളവ് കൊണ്ട്? ഒരു വർഷ കാലയളവ് കൊണ്ട് ലഭിക്കുന്ന പലിശ എത്രയാണോ അതിനെ പലിശ നിരക്കെന്ന് പറയും. ഉദാഹരണത്തിന് മക്കളെ, ഒരു ബാങ്കിൽ 12% പലിശ നിരക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ ബാങ്കിൽ 100 രൂപ ഡിപ്പോസിറ്റ് ചെയ്താൽ ഒരു വർഷം, അതായത് 12 മാസം കഴിയുമ്പം നിങ്ങൾക്ക് 12 രൂപ പലിശ കിട്ടും എന്നർത്ഥം. 100 രൂപയ്ക്ക് ഒരു വർഷം കൊണ്ട് കിട്ടുന്ന പലിശയാണ് നമ്മൾ പലിശ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 12% ബാങ്കിലെ പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ ആ ബാങ്കിൽ 100 രൂപ നിക്ഷേപിച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ 12 രൂപ പലിശ കിട്ടും. അല്ലെങ്കിൽ ആ ബാങ്കിൽ നിന്ന് 100 രൂപ കടമെടുത്താൽ ഒരു വർഷം കഴിയുമ്പോൾ 12 രൂപ പലിശ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ബാങ്കിലെ പലിശ നിരക്ക് 15% ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാങ്കിലെ പലിശ നിരക്ക് 15% ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ബാങ്കിൽ 100 രൂപ ഡിപ്പോസിറ്റ് ചെയ്താൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് 15 രൂപ പലിശ കിട്ടും എന്നർത്ഥം. അപ്പോൾ ഒരു ബാങ്കിലെ പലിശ നിരക്ക് 20% ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ആ ബാങ്കിൽ 100 രൂപ ഡിപ്പോസിറ്റ് ചെയ്താൽ ഒരു വർഷം കൊണ്ട് 20 രൂപ പലിശ കിട്ടും. അപ്പൊ 100 രൂപയ്ക്ക് ഒരു വർഷം കൊണ്ട് 12 മാസം കൊണ്ട് കിട്ടുന്ന പലിശ എത്രയാണോ അതിനെയാണ് പലിശ നിരക്ക് എന്ന് പറയുന്നത്.
ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കാണാതെ പഠിച്ചോണം, നമുക്കത് ഒത്തിരി ആവശ്യമുണ്ട്. 100 രൂപയ്ക്ക് ഒരു വർഷം കൊണ്ട് ലഭിക്കുന്ന പലിശയെ വിളിക്കുന്ന പേരാണ് പലിശ നിരക്ക്. 100 രൂപയ്ക്ക് ഒരു വർഷം കൊണ്ട് 5 രൂപ കിട്ടിയാൽ പലിശ നിരക്ക് 5% അർത്ഥം. 100 രൂപയ്ക്ക് ഒരു വർഷം കൊണ്ട് 18 രൂപ കിട്ടിയാൽ പലിശ നിരക്ക് 18% അർത്ഥം. 100 രൂപയ്ക്ക് ഒരു വർഷം കൊണ്ട് 24 രൂപ കിട്ടിയാൽ പലിശ നിരക്ക് 24% അർത്ഥം. ഇത്രയും ബേസിക് കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി നമ്മൾ ടൈപ്പ് 1 ചോദ്യത്തിലേക്ക് പോവുകയാണ്. ടൈപ്പ് 1 ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ചോദ്യമാണ് പരിചയപ്പെടുന്നത്. നമുക്ക് ചോദ്യം ഏതാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോ, എന്താണ് ചോദ്യം എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ചോദ്യം. ഇതാണ് നമ്മുടെ ടൈപ്പ് 1 ചോദ്യം. യെസ്, ടൈപ്പ് 1 എന്ന് കൊടുത്തു. ആദ്യത്തെ ചോദ്യം, 100 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ 1 രൂപയായാൽ പലിശ നിരക്ക് എത്ര? If the simple interest on ₹100 for 1 month is ₹1, what will be the annual rate of interest? Rate of interest എത്ര? ചോദ്യം 100 രൂപയ്ക്ക് അല്ലേ, 100 രൂപയ്ക്ക് എത്ര നാളത്തെ? ഒരു മാസത്തെ പലിശ. ഒരു മാസത്തെ പലിശ 1 രൂപയാണെങ്കിൽ, 1 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കും എന്ന് എനിക്കറിയാം. പലിശ നിരക്കെന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് കിട്ടുന്ന പലിശയെ വിളിക്കുന്ന പേരാണ്. 100 രൂപയ്ക്ക് ഒരു മാസം 1 രൂപ കിട്ടുമെങ്കിൽ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് എത്ര കിട്ടും എന്ന് നോക്കിയാൽ അതിനെയാണ് നമ്മൾ പലിശ നിരക്കായിട്ട് പറയുന്നത്. 100 രൂപയ്ക്ക് ഒരു മാസം 1 രൂപ കിട്ടുമെങ്കിൽ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് 12 രൂപ കിട്ടും. 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് 12 രൂപ കിട്ടും. അപ്പോൾ പലിശ നിരക്ക് എന്ന് പറയുന്നത് 12%. പലിശ നിരക്ക് കാണാൻ എന്ത് ചെയ്യണം? 100 രൂപയ്ക്ക് ഒരു വർഷം കൊണ്ട് എത്ര കിട്ടും നോക്കണം. 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് എത്ര കിട്ടും നോക്കണം. ശരിയല്ലേ? 100 രൂപയ്ക്ക് ഒരു മാസം 1 രൂപ കിട്ടുമെങ്കിൽ 12 മാസം കൊണ്ട് 12 രൂപ കിട്ടും. അപ്പോൾ ആ ബാങ്കിലെ പലിശ നിരക്ക് 12%. മുന്നോട്ട് 1-2 ചോദ്യങ്ങളാകുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. 100 രൂപയ്ക്ക് 2 മാസത്തെ പലിശ 3 രൂപയായാൽ പലിശ നിരക്ക് എത്ര? അല്ലേ? ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹100 ഫോർ 2 months ഈസ് ₹3, വാട്ട് വിൽ ബി ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അല്ലെ, 2 മാസത്തെ പലിശ 3 രൂപയാണ്. നമുക്ക് നോക്കാം മക്കളെ. 100 രൂപയ്ക്ക് 2 മാസത്തെ പലിശയാണ്. 2 മാസത്തെ പലിശയാണ് 3 രൂപ. ആണോ? പലിശ നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എനിക്കറിയാം പലിശ നിരക്ക് കാണാൻ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് എത്ര രൂപ പലിശ കിട്ടുമെന്നറിയണം. അതിനെയാണ് പലിശ നിരക്കായിട്ട് നമ്മൾ പറയാറ്. 100 രൂപയ്ക്ക് 2 മാസം കൊണ്ട് 3 രൂപ കിട്ടുമെങ്കിൽ 12 മാസം കൊണ്ട് എത്ര കിട്ടുമോ അതാണ് പലിശ നിരക്ക്. എനിക്കറിയാം 2 മാസം എന്നുള്ളത് 12 മാസമാകാൻ × 6 ചെയ്താൽ മതി. 2നെ 6 കൊണ്ട് ഗുണിച്ചാലാണല്ലോ 12 ആവുന്നത്. അതേ മാറ്റം ഇവിടെ വരുത്തിയാൽ ഉത്തരം ശരിയായിക്കോളും. അപ്പം 3 × 6 18 രൂപ എന്ന് കിട്ടും. അപ്പം 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് 18 രൂപ കിട്ടുമെങ്കിൽ പലിശ നിരക്ക് 18% ഞാൻ ചെയ്ത ടെക്നിക്ക് ഇത് വെറുതെ മനക്കണക്കായിട്ട് ഓർത്തെടുക്കാം. അത് പറ്റാത്തവർ 100 രൂപയ്ക്ക് 2 മാസം കൊണ്ട് 3 രൂപ കിട്ടുമെങ്കിൽ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് എത്ര കിട്ടും എന്ന് അറിയണം. അതാണ് പലിശ നിരക്ക്. ഇനി ഞാൻ ചെയ്തത് 2 മാസം എന്നതിൻ്റെ സ്ഥാനത്ത് 12 മാസം ആവണമെങ്കിൽ 2 മാസത്തെ 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അതേ 6 കൊണ്ട് ഇവിടെ ഗുണിച്ചാൽ മതി. അപ്പോൾ 3 രൂപ × 6 വരും. അപ്പോൾ എനിക്ക് 18 രൂപ എന്ന് കിട്ടും. അതായത് 18%. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 18%. കുറച്ച് ചോദ്യങ്ങളും കൂടെ ആകുമ്പം നല്ല ക്ലാരിറ്റി ആവുകയെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവാം. ചോദ്യം, 100 രൂപയ്ക്ക് 3 മാസത്തെ പലിശ 2 രൂപയായാൽ പലിശ നിരക്ക് എത്ര? അല്ലേ, 100 രൂപയ്ക്ക് എത്ര നാളത്തെ? 3 മാസത്തെ പലിശ എത്ര രൂപയാ? 2 രൂപയാണ്. എങ്കിൽ പലിശ നിരക്ക് എത്ര? 100 രൂപയ്ക്ക് 3 മാസം കൊണ്ട് 2 രൂപ പലിശ നിരക്ക്. എനിക്കറിയേണ്ടത് 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് എത്ര രൂപ കിട്ടുമെന്നറിയണം. 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ പലിശ നിരക്കായിട്ട് വിളിക്കണേ. എനിക്കറിയാം
3 മാസം എന്നത് 12 മാസമാകാൻ ഇൻറ്റു 4 ചെയ്യണം. 3 ഇൻറ്റു 4 12. അപ്പോൾ ഈ 2നെ അതേ 4 കൊണ്ട് ഗുണിക്കണം. എനിക്ക് 8 രൂപ എന്ന് കിട്ടി. 8 രൂപ, അതായത് പലിശ നിരക്ക് 8% എന്ന് വരും. അപ്പം 100 രൂപയ്ക്ക് 3 മാസം കൊണ്ട് 2 രൂപ കിട്ടുമെങ്കിൽ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് കിട്ടുന്നത് 8 രൂപയാണ്. അപ്പോൾ പലിശ നിരക്ക് 8%. ഒരു വർഷം കൊണ്ട് എത്ര കിട്ടുമോ അതിനെ പലിശ നിരക്ക് എന്ന് വിളിക്കും. ഇവിടെ ഒരു വർഷം കൊണ്ട് 8 രൂപ കിട്ടും, അപ്പോൾ പലിശ നിരക്ക് 8%. മുന്നോട്ട് അടുത്ത ചോദ്യം. 100 രൂപയ്ക്ക് 4 മാസത്തെ പലിശ. 100 രൂപയ്ക്ക് 4 മാസത്തെ പലിശ. 4 മാസത്തെ പലിശ 3 രൂപയാണ്. 3 രൂപ എങ്കിൽ പലിശ നിരക്ക് എത്ര? 4 മാസത്തെ പലിശ 3 രൂപ, പലിശ നിരക്ക്. ശരി മക്കളെ, 100 രൂപയ്ക്ക് 4 മാസം കൊണ്ട് 3 രൂപയാണെങ്കിൽ എനിക്ക് പലിശ നിരക്ക് കാണാൻ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് എത്ര കിട്ടും എന്നറിയണം. ആണോ? യെസ്, എനിക്കറിയാം. 4 മാസം എന്നത് 12 മാസം ആവണമെങ്കിൽ ഇൻറ്റു 3 ചെയ്യണം. അതേ ഇൻറ്റു 3 ഇവിടെ ചെയ്താൽ ഉത്തരം കിട്ടും 9 രൂപ എന്ന് കിട്ടും. അതായത് 9% പലിശ നിരക്ക്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 9%. മുന്നോട്ട് പോവാം. 50 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ 1 രൂപയായാൽ പലിശ നിരക്ക് എത്ര? ചോദ്യം, 50 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ 1 രൂപയാണ് എങ്കിൽ പലിശ നിരക്ക് എത്ര? എനിക്ക് 100 രൂപയ്ക്ക് ഒരു വർഷം കൊണ്ട് എത്ര കിട്ടും എന്നറിയണം, പലിശ നിരക്ക് കാണാൻ. 50 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് 1 രൂപ. മക്കളെ, 50 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് 1 രൂപയാണെങ്കിൽ 100 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് എത്ര കിട്ടും? 100 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് 2 രൂപ കിട്ടും. ആണോ? 100 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് 2 രൂപ. 50 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് 1 രൂപയാണെങ്കിൽ 100 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് 2 രൂപ. ഇനി അറിയേണ്ടത് 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് എത്ര എന്നറിയണം. 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് എത്ര എന്നറിയണം. ശരിയല്ലേ? ഒരു മാസം കൊണ്ട് 2 രൂപയാണെങ്കിൽ 12 മാസം കൊണ്ട് എത്ര എന്നറിയാൻ എനിക്കറിയാം. 1 12 ആവാൻ ഇൻറ്റു 12 ചെയ്യണം. അതേ ഇൻറ്റു 12 ഇവിടെ ചെയ്താൽ മതി. 24 രൂപ കിട്ടും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ പലിശ നിരക്ക് 24% ആണ് എന്ന് മനസ്സിലാവും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 24%. മക്കളെ, ഇവിടെ 50 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് 1 രൂപ കിട്ടി എന്നല്ലേ പറഞ്ഞേക്കുന്നേ. 50 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് 1 രൂപ കിട്ടിയാൽ 100 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് 2 രൂപ കിട്ടിയല്ലേ? 50 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് 1 രൂപയാണെങ്കിൽ 100 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് 2 രൂപയല്ലേ? ഒരു മാസം കൊണ്ട് 2 രൂപയാണെങ്കിൽ എനിക്ക് 12 മാസം കൊണ്ട് എത്ര എന്നറിയണം. ഒരു മാസം 2 രൂപ കിട്ടുമെങ്കിൽ 12 മാസം കൊണ്ട് 24 രൂപ കിട്ടും. അപ്പോൾ ആ ബാങ്കിലെ പലിശ നിരക്ക് 24%. എന്താണ് പലിശ നിരക്കിൻ്റെ ഡെഫിനിഷൻ? 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് കിട്ടുന്ന പലിശ എത്രയാണോ അതിനെ പലിശ നിരക്കായിട്ട് പറയും. ചെയ്തത് നല്ല ക്ലിയർ ആണെങ്കിൽ മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം. 1 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ 1 പൈസയായാൽ പലിശ നിരക്ക് എത്ര? പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചോദ്യം, 1 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ 1 പൈസയാണ് എങ്കിൽ പലിശ നിരക്ക് എത്ര? 1 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ 1 പൈസയാണെങ്കിൽ പലിശ നിരക്ക്. 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസ എങ്കിൽ പലിശ നിരക്ക്. മക്കളെ, 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, 100 രൂപയ്ക്ക് ഒരു മാസം എത്രയാ? 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസ. 100 രൂപയ്ക്ക് ഒരു മാസം 100 പൈസ. 100 രൂപയ്ക്ക് ഒരു മാസം 100 പൈസ, അതായത് 1 രൂപ കിട്ടും അല്ലേ? 100 രൂപയ്ക്ക് ഒരു മാസം 1 രൂപ കിട്ടുമെങ്കിൽ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് എത്ര കിട്ടുമോ അതാണ് പലിശ നിരക്ക് അല്ലേ? നമുക്കറിയാം, 100 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് 1 രൂപ കിട്ടുമെങ്കിൽ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് 12 രൂപ കിട്ടും അല്ലേ? അപ്പോൾ ആ ബാങ്കിലെ പലിശ നിരക്ക് എത്ര ശതമാനമാണ്? 12%. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാ? ഓപ്ഷൻ എ ആണ്, 12%. ചെയ്ത ടെക്നിക്ക്, ലോജിക്ക് മനസ്സിലായോ മക്കളെ? 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസ. അപ്പം 100 രൂപയ്ക്ക് ഒരു മാസം 100 പൈസ 1 രൂപ.
100 രൂപയ്ക്ക് ഒരു മാസം 1 രൂപയാണെങ്കിൽ 12 മാസം കൊണ്ട് 12 രൂപ പലിശ നിരക്ക് 12%. അപ്പം ഇതാണ് നമ്മുടെ ടൈപ്പ് 1 ചോദ്യങ്ങൾ. അപ്പം എന്താ പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് കിട്ടുന്ന പലിശ എത്രയാണോ അതിനെ പലിശ നിരക്ക് എന്ന് വിളിക്കും. നന്നായിട്ട് പഠിച്ചോ. അപ്പോൾ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് നമ്മൾ ടൈപ്പ് 1 പഠിച്ചത്. ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആക്ച്വലി എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് എൻ്റെ കയ്യിൽ മക്കളെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് 1000 രൂപയുണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് 1000 രൂപയുണ്ട്. ഞാൻ അത് 10% പലിശ നിരക്കുള്ള ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ നിക്ഷേപിക്കുന്നത് 3 വർഷ കാലയളവിലേക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് 1000 രൂപയുണ്ട്. ഞാൻ 10% പലിശ തരുന്ന ഒരു ബാങ്കിൽ അത് നിക്ഷേപിക്കുന്നുണ്ട്. 3 വർഷത്തേനാണ് നിക്ഷേപിച്ചത്. എങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ എത്രയാണെന്ന് നോക്കാം. ആദ്യത്തെ വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് 1000 അല്ലേ, 1000 രൂപയുടെ 10% എനിക്ക് പലിശ കിട്ടുന്നത് ആണോ. അതായത് 10% ഓഫ് 1000. ഇതാണ് ആദ്യത്തെ വർഷം എനിക്ക് കിട്ടുന്ന പലിശ. എത്ര രൂപയാണ് മക്കളെ? 100 രൂപയാണ് എനിക്ക് ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ അല്ലേ. രണ്ടാമത്തെ വർഷം മാത്രം എനിക്ക് എത്ര രൂപ പലിശ കിട്ടും? രണ്ടാമത്തെ വർഷം മാത്രം എനിക്ക് എത്ര രൂപ പലിശ കിട്ടും? രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശയും 1000 രൂപയുടെ എത്ര ശതമാനമായിരിക്കും? 1000 രൂപയുടെ 10% അപ്പം രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ 100 രൂപയാണ്. മൂന്നാമത്തെ വർഷം എനിക്ക് എത്ര രൂപ പലിശ കിട്ടും? മൂന്നാമത്തെ വർഷം കിട്ടുന്ന പലിശയും 1000 രൂപയുടെ 10% ആണോ. 1000 രൂപയുടെ 10% എത്രയാത്? 100 അല്ലേ. ഇതാണ് സാധാരണ പലിശയുടെ പ്രത്യേകത. അപ്പം എന്താ പ്രത്യേകത? എല്ലാ വർഷവും കിട്ടുന്ന പലിശ തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആദ്യത്തെ വർഷം എനിക്ക് 100 രൂപയാണ് പലിശ കിട്ടിയതെങ്കിൽ രണ്ടാമത്തെ വർഷം എനിക്ക് 100 തന്നെ പലിശ കിട്ടത്തുള്ളൂ. മൂന്നാമത്തെ വർഷം എനിക്ക് 100 തന്നെ പലിശ കിട്ടുള്ളൂ. നാലാമത്തെ വർഷത്തെ പലിശ 100, അഞ്ചാമത്തെ വർഷത്തെ പലിശ 100, ആറാമത്തെ 7ാമത്തെ വർഷങ്ങളിലെല്ലാം എനിക്ക് ഒരേ പലിശ കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ സാധാരണ പലിശ നിരക്കിൽ ഒരു തുക നിക്ഷേപിച്ചാൽ എല്ലാ വർഷവും ഒരേ പലിശ കിട്ടും. കാരണം ഞാൻ ആദ്യം ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതാണ് എപ്പോഴും എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് അവർ കണക്കാക്കാറ്. അതിൻ്റെ 10% വീതം ഈ കേസിൽ എല്ലാ വർഷവും തന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്കൊരു നോട്ട് പോലെ എഴുതി വെക്കാം. സാധാരണ പലിശ നിരക്കിൽ ഒരു തുക നിക്ഷേപിച്ചാൽ എല്ലാ വർഷവും ലഭിക്കുന്ന പലിശ തുല്യമായിരിക്കും കേട്ടോ. ആദ്യ വർഷം 100, രണ്ടാം വർഷവും 100, മൂന്നാം വർഷവും 100. അങ്ങനെ 3 വർഷം കൊണ്ട് എനിക്ക് ആകെ കിട്ടുന്ന പലിശ 300 രൂപയാണ്. ഈ കേസിൽ 3 വർഷം കൊണ്ട് 300 രൂപ പലിശ കിട്ടും. ആകെ എത്ര തിരിച്ചു കിട്ടും നോക്കിയാൽ ഈ 1000ഉം 300ഉം കൂട്ടി ആകെ തിരിച്ചു കിട്ടുന്നത് 1300 രൂപ. പലിശയായിട്ട് മാത്രം കിട്ടുന്നത് 300 രൂപ. ഇതാണ് സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു രീതി. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ എന്താ സാധാരണ പലിശയുടെ പ്രത്യേകത? എല്ലാ വർഷവും ഒരേ പലിശ. ആദ്യം ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് അവർ എല്ലാ വർഷത്തെയും പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് കണക്കാക്കാറ് അല്ലേ. ഇനി ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കാൻ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കാനുള്ള ഇക്വേഷൻ? മക്കളെ പഠിച്ചോണേ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100. സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്താ? PNR ഡിവൈഡഡ് ബൈ 100. വെരി 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 ഇമ്പോർട്ടൻറ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കാനുള്ള ഇക്വേഷൻ PNR ഡിവൈഡഡ് ബൈ 100. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, N എന്ന് പറഞ്ഞാൽ കാലയളവ്, ഇയറിൽ പറയണം, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100. PNR ബൈ 100 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇവിടെ ആകെ മെയിനായിട്ട് പഠിക്കാനുള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ് PNR ബൈ 100. അപ്പോൾ സാധാരണ പലിശ എത്രയാണെന്ന് ചോദിച്ചാൽ ഇക്വേഷനിലേക്ക് Pയും Nനും R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഉത്തരവായി. സിമ്പിൾ പരിപാടി. ഇനി ബാക്കിയുള്ള P കണ്ടുപിടിക്കാനാ ചോദ്യമെങ്കിലോ? P കാണാൻ SI × 100, SI × 100 ഡിവൈഡഡ് ബൈ ബാക്കിയുള്ള രണ്ടെണ്ണം Nനും Rഉം ആണോ? N കണ്ടുപിടിക്കാനാ ചോദ്യമെങ്കിലോ? SI × 100, SI × 100
ഡിവൈഡഡ് ബൈ PR ആണോ? 6 കണ്ടുപിടിക്കാനാ ചോദ്യമെങ്കിലോ SI ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ PN. ഇതാണ് ബാക്കിയുള്ള 3 ഇക്വേഷൻ. ഈ 3 ഇക്വേഷൻ വന്നത് ഈ ജനറൽ ഇക്വേഷനിൽ നിന്നാണ് കേട്ടോ. ഇതിൽ നിന്നാണ് ഈ 3 വന്നത്. സോ പ്രിൻസിപ്പൽ എമൗണ്ട് കാണാൻ SI ഇൻറ്റു 100 ബൈ NR, N കാണാൻ SI ഇൻറ്റു 100 ബൈ PR, R കാണാൻ SI ഇൻറ്റു 100 ബൈ PN. റെഡി അല്ലേ? എല്ലാം തുടങ്ങുന്നത് SI ഇൻറ്റു 100 P കാണാൻ N ആറും താഴെ വരും, N കാണാൻ P ആറും താഴെ വരും, R കാണാൻ P N താഴെ വരും. മുകളിൽ SI ഇൻറ്റു 100 ആണ് എല്ലാത്തിലും. അപ്പം ഈ ഒരു ഇക്വേഷനേ ഉള്ളൂ. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്താണ് ഈ 3 ഇക്വേഷനും. ഒന്ന് ഓർത്ത് വെക്കുക, ഇത് ഓരോന്ന് പരീക്ഷയ്ക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ SI കാണാൻ PNR ബൈ 100 മെയിൻ ഇക്വേഷൻ. അതിൽ നിന്ന് വന്ന 3 ഇക്വേഷൻ, ഒന്ന് P കാണാനും N കാണാനും R കാണാനും പഠിച്ചു വെക്കുക. ആകെ ഇതിൽ പഠിക്കാനുള്ള ഇക്വേഷൻസ് ഇതേ ഉള്ളൂ. റെഡി അല്ലേ മക്കളെ? പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്തെന്നാ പറഞ്ഞേ? 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഈടാക്കുന്ന പലിശയെ വിളിക്കുന്ന പേരാണ് പലിശ നിരക്ക്. സാധാരണ പലിശ നിരക്കിൽ ഒരു തുക നിക്ഷേപിച്ച എല്ലാ വർഷവും ലഭിക്കുന്ന പലിശ തുല്യമായിരിക്കും. ശരിയാണോ? ഇനി SI കാണാൻ PNR ബൈ 100, Pയും Nഉം Rഉം കാണാൻ ഇക്വേഷൻ എഴുതി വെച്ചു. ആകെ 4 ഇക്വേഷൻസ്. റെഡി അല്ലേ? N കാലയളവാണ്, എപ്പോഴും ഇയറിലാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ ടൈപ്പ് 2 ചോദ്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ടൈപ്പ് 2 ചോദ്യങ്ങളിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ടൈപ്പ് 2 ചോദ്യങ്ങളുടെ ഹെഡിങ് ആയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ന് കൊടുത്തു. നമ്മൾ ഇതിൽ പഠിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന കാര്യമാണ്. അപ്പോൾ ഹെഡിങ് ആയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ന് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഓരോ ടൈപ്പുമായിട്ടൊരു ബന്ധം, ഒരു ഐഡിയ കിട്ടാൻ സഹായിക്കും. അപ്പോൾ ടൈപ്പ് 2വിൻ്റെ ഹെഡിങ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. എങ്ങനെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം എന്നാണ്. നമുക്ക് ചോദ്യം വായിക്കാം മക്കളെ. ഒരാൾ 8000 രൂപ 10% പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്ര? ഓക്കെ, എ പേഴ്സൺ ഡിപ്പോസിറ്റ് ₹8,000 at 10% സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 3 years. വാട്ട് വിൽ ബി ദ ഇൻട്രസ്റ്റ് ഏൺഡ്? ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എടുത്തെഴുതാം. പ്രിൻസിപ്പൽ എമൗണ്ട് അറിയാം, എത്രയാ? 8000 ആണ് അല്ലേ? പ്രിൻസിപ്പൽ എമൗണ്ട് 8000. പലിശ നിരക്ക് നമുക്കറിയാം, അത് 10% ആണോ? കാലയളവ് നമുക്കറിയാം, അത് 3 വർഷമാണ് അല്ലേ? എങ്കിൽ എത്ര രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്നല്ലേ ചോദ്യം. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ നമ്മൾ റെഡിമെയ്ഡ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ PNR ഡിവൈഡഡ് ബൈ 100 ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ PNR ഡിവൈഡഡ് ബൈ 100 ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്കറിയാം 8000 അല്ലേ? കാലയളവ് നമുക്കറിയാം 3 വർഷം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കറിയാം 10% ഡിവൈഡഡ് ബൈ 100 PNR ബൈ 100 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടുത്തെ 2 0 വെട്ടിക്കളയാം, ഇവിടുത്തെ 2 0 വെട്ടിക്കളയാം. 80 × 3 × 10 30 വരും. N3 24, 2400 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പം നമ്മുടെ കയ്യിൽ ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ട്, അതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരമായി. ശരിയാണോ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്, 2400 എന്നാണ് വരുന്നത്. ഇനി ഈ കണക്ക് നമുക്ക് അല്ലാതെ ഒന്ന് ചെയ്യാം, ഇക്വേഷൻ വൈസ് ചെയ്യാം. സിമ്പിളായിട്ട് പറഞ്ഞു തന്നു, മനസ്സിലായി. ഇതിന് ബാക്കി എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചോ മക്കളെ. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, എത്രയാ? 8000 ആണല്ലോ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, എത്രയാ? 10%. കാലയളവ് തന്നിട്ടുണ്ട്, എത്രയാ? 3 വർഷം അല്ലേ? നമുക്ക് ആദ്യത്തെ വർഷത്തെ പലിശ കണ്ടുപിടിക്കാൻ മേലെ. ആദ്യത്തെ വർഷത്തെ പലിശ എത്രയാ? 8000ന്റെ 10%. 8000ന്റെ 10% 800 അല്ലേ മക്കളെ? 8000ന്റെ 10% 800 അല്ലേ? ഒരു സംഖ്യയുടെ 10% കാണാൻ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റിയിട്ടാൽ പോരെ? ആണ്. അപ്പോൾ ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ 800 ആണെങ്കിൽ രണ്ടാമത്തെ വർഷത്തെ പലിശയും 800 തന്നെയല്ലേ? ആണോ? മൂന്നാമത്തെ വർഷത്തെ പലിശയും 800 തന്നെയല്ലേ? കാരണം സാധാരണ പലിശ നിരക്കിൽ ഒരു തുക നിക്ഷേപിച്ച എല്ലാ വർഷവും ഒരേ പലിശയല്ലേ? അപ്പം 3 വർഷം കൊണ്ട് ആകെ കിട്ടുന്നത് 2400 രൂപയാണെന്ന് ഇങ്ങനെ മനസ്സിലാക്കാൻ മേലെ. ഇങ്ങനെ എഴുതണമെന്നില്ല. ആദ്യത്തെ വർഷത്തെ പലിശ 8000ന്റെ 10% 800. അപ്പം 3 വർഷം കൊണ്ട് കിട്ടുന്നത് 800 × 3 2400. ഈ ലോജിക്ക് യൂസ് ചെയ്യാമല്ലോ,
മനസ്സിലായല്ലോ? ആദ്യത്തെ വർഷം 8,000ന്റെ 10%, അതായത് 800 രൂപ പലിശ കിട്ടും. അങ്ങനെ 3 വർഷം 800, 800, 800. അപ്പോൾ ആകെ 2,400. ചെയ്തത് ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ വേറൊരു ലോജിക്കും കൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ മക്കളെ. ആദ്യത്തെ വർഷത്തെ പലിശ എന്ന് പറയുന്നത്, ആദ്യത്തെ വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ 8,000ന്റെ 10% അല്ലേ? ആണോ? 8,000ന്റെ 10% ആണോ? അതാണ് നമ്മൾ 800 എന്ന് എഴുതിയത് അല്ലേ? രണ്ടാമത്തെ വർഷത്തെ പലിശ 8,000ന്റെ 10% തന്നെയല്ലേ? ആണ്. ഓക്കെ. അതും 800 അല്ലേ? മൂന്നാമത്തെ വർഷത്തെ പലിശയും 8,000ന്റെ 10% തന്നെയല്ലേ? എല്ലാ വർഷവും ഒരേ പലിശ എന്നുള്ളതാണല്ലോ ഇതിന്റെ പ്രത്യേകത അല്ലേ? എത്രയാ അത്? 800. അപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് 3 വർഷം കൊണ്ടേ 8,000ന്റെ 10% ആദ്യത്തെ വർഷം കിട്ടും, 8,000ന്റെ 10% രണ്ടാമത്തെ വർഷം കിട്ടും, 8,000ന്റെ 10% മൂന്നാമത്തെ വർഷം കിട്ടും. അപ്പം 3 വർഷം കൊണ്ട് നമുക്ക് ആകെ കിട്ടുന്നത് 8,000ന്റെ 30% അല്ലേ? ആദ്യത്തെ വർഷം 10% കിട്ടും, അടുത്ത വർഷവും 10% കിട്ടും, അടുത്ത വർഷവും 10% കിട്ടും. അപ്പോൾ 10% വീതം 3 വർഷം കിട്ടും. അപ്പോൾ ആകെ 8,000ന്റെ 30% പലിശ കിട്ടില്ലേ? അപ്പോൾ 8,000ന്റെ 30% എത്രയാണെന്ന് ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചാൽ പോരെ? 8,000ന്റെ 10% 800. അപ്പോൾ 30% 2,400 രൂപ. കണ്ടോ? അപ്പോൾ ആകെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു സ്റ്റെപ്പ് മാത്രമല്ലേ ഉള്ളൂ മക്കളെ? ആകെ ഈ ഒരു സ്റ്റെപ്പല്ലേ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതായത് ഓരോ വർഷവും 8,000ന്റെ 10% കിട്ടും. അപ്പം 3 വർഷം കൊണ്ട് 8,000ന്റെ 30% പലിശയാകും. 8,000ന്റെ 30% 2,400 അപ്പോൾ 8,000ന്റെ 30% ഡയറക്റ്റ് കണ്ടുപിടിച്ചു. ആദ്യത്തെ വർഷം 10%, അടുത്ത വർഷം 10%, അടുത്ത വർഷം 10%. അപ്പം 3 വർഷം കൊണ്ട് അത് 8,000ന്റെ 30% തുല്യമാകും. 8,000ന്റെ 30% 2,400 രൂപ. ആ ലോജിക്ക് യൂസ് ചെയ്യാം. പെർസെൻറ്റേജിൻ്റെ ലോജിക്കാണത്. അങ്ങനെയൊക്കെ ഈ കണക്ക് ചെയ്യാം. ഞാൻ ആ പോയിന്റ്സ് എക്സ്ട്രാ നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരാൾ 5,000 രൂപ 6% സാധാരണ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ. ഓക്കെ. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് 5,000 ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 5,000 ആണ്. ശരിയല്ലേ? പ്രിൻസിപ്പൽ എമൗണ്ട് 5,000 ആണ്. 5,000. ഓക്കെ. ഇനി പലിശ നിരക്ക് 6% കാലയളവ് 2 വർഷമാണ് അല്ലേ? പലിശ എത്ര കിട്ടും എന്നല്ലേ ചോദ്യം? പലിശ എത്ര എന്നാണ്. അപ്പോൾ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ചോദ്യമല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? PNR ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതല്ലേ? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ മക്കളെ? പ്രിൻസിപ്പൽ എമൗണ്ട് 5,000 ആണോ? കാലയളവ് എത്രയാ മക്കളെ? 2 വർഷം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ മക്കളെ? 6% ഡിവൈഡഡ് ബൈ 100. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്റ്റ് ഉത്തരം കിട്ടുമല്ലോ. യെസ്. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും അങ്ങ് വെട്ടിക്കളയാം അല്ലേ? ബാക്കി എത്ര വരും? 2 × 6 12 × 5 60 600 എന്ന് കിട്ടില്ലേ? സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 600 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. PNR by 100ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കിയുള്ള ലോജിക്കുകളും കൂടെ ഒന്ന് നോക്കാം. നമുക്ക് ഒന്ന് സെറ്റ് ആവട്ടെ മക്കളെ. 5,000 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ശരിയല്ലേ? പലിശ നിരക്ക് 6%. അപ്പം ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ 5,000ന്റെ 6% അല്ലേ? 5,000ന്റെ 1% 50 അല്ലേ? അപ്പോൾ 6% 50 × 6 300 അല്ലേ? ആദ്യത്തെ വർഷം 300 പലിശ കിട്ടുമെങ്കിൽ രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ 300 അല്ലേ? അപ്പോൾ 2 വർഷം കൊണ്ട് ആകെ കിട്ടുന്ന പലിശ എത്രയാണെന്ന് ചോദിച്ചാൽ 600 ആണ് എന്ന് ഈ ഒരു ലോജിക്ക് ചെയ്തെടുക്കാൻ മേലെ. ഇനി അടുത്ത ഒരു പോസിബിലിറ്റി ഇവിടെ ശ്രദ്ധിച്ചോ. എന്താ അത്? നമുക്കറിയാം 5,000 രൂപയുടെ 6% ആദ്യത്തെ വർഷത്തെ പലിശ. അപ്പം ഒരു വർഷം മുതലിൻ്റെ 6% പലിശ കിട്ടും. അപ്പോൾ 2 വർഷം കൊണ്ട് മുതലിൻ്റെ 12% പലിശയാവും. അപ്പോൾ 5,000ന്റെ 12% എത്ര എന്ന് ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ പോരെ? 5,000ന്റെ 1% 50. അപ്പോൾ 12% 50 × 12 = 600 എന്ന് കിട്ടും. 6% പലിശ വെച്ച് 2 വർഷം കിട്ടുന്നു.
6% പലിശ വെച്ച് 2 വർഷം കിട്ടുന്നു. റെഡിയല്ലേ? 6% പലിശ വെച്ച് 2 വർഷം കിട്ടിയാൽ മുതലിൻ്റെ 12% പലിശയാകും. അപ്പോൾ 2 വർഷം കൊണ്ട് കിട്ടുന്നത് മുതലിൻ്റെ 12% പലിശയായിരിക്കും. ഇതാണ് അവിടെ യൂസ് ചെയ്യേണ്ട ലോജിക്ക്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, ഒരാൾ 40,000 രൂപ 5 വർഷ കാലയളവിലേക്ക് 15% പലിശ നിരക്കുള്ള ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ പലിശയായി ലഭിക്കുന്ന തുക എത്ര? സോ ഇവിടെയും പലിശ എത്ര കിട്ടും എന്നാ ചോദ്യം അല്ലേ? പലിശയായി ലഭിക്കുന്ന തുക, പലിശ എത്ര കിട്ടും എന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 40,000 ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 40,000, പലിശ നിരക്ക് 15%, കാലയളവ് 5 വർഷം. 40,000 15% 5 വർഷം അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? PNR ഡിവൈഡഡ് ബൈ 100 അല്ലേ മക്കളെ? PNR ഡിവൈഡഡ് ബൈ 100 ശരിയാണോ? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? നമുക്കറിയാം 40,000 അല്ലേ? 40,000. കാലയളവ് എത്രയാ? 5 വർഷം അല്ലേ? ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 15% ഡിവൈഡഡ് ബൈ 100 ആണ് നമ്മുടെ ആൻസർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ വാല്യൂ. ശരിയാണോ? ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ വാല്യൂ. ഓക്കെ, സോൾവ് ചെയ്യാം. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും അങ്ങ് വെട്ടിക്കളയാം. ബാക്കി 400 ഇൻറ്റു അല്ലേ 5 ഇൻറ്റു 15 75 എന്ന് വരും അല്ലേ? 400 ഇൻറ്റു 75 എത്രയാണോ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ 30,000 എന്ന് കിട്ടും. 30,000. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, അനിത 45,000 രൂപ 12% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിന്നും കടമെടുത്തു എങ്കിൽ 2.5 വർഷം കഴിയുമ്പോൾ ആകെ എത്ര രൂപ തിരിച്ചടയ്ക്കണം? ഓക്കെ, ആകെ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നാണ് ചോദ്യമേ. അപ്പോൾ പലിശ എത്ര എന്ന് മാത്രമല്ല, പലിശ കണ്ടുപിടിക്കണം, എന്നിട്ട് ആകെ എത്ര തിരിച്ചടിക്കേണ്ടി വരുമെന്ന് കണ്ടുപിടിക്കണം. ശരി, നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. PNR ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ്. ശരിയല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 45,000 ആണോ? നമ്പർ ഓഫ് ഇയേഴ്സ് 2.5 വർഷം എന്നല്ലേ പറഞ്ഞേക്കുന്നേ? 2.5 വർഷം. 2.5 വർഷം പോയിന്റ് ഉള്ള ഒരു സംഖ്യയല്ലേ? ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് 2.5 എന്നതിനെ 5/2 എന്നാക്കി. വേറൊന്നുമില്ല. 2.5 എന്ന് എഴുതിയാൽ ദശാംശ സംഖ്യയല്ലേ? അത് മാറ്റി അതിനെ ഭിന്നസംഖ്യയാക്കി 5/2 എന്ന് എഴുതി. 5/2 ആണല്ലോ 2.5. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന. ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ മക്കളെ? 12%. ഓൾ ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. എഴുതിയത് ക്ലിയർ ആണല്ലോ? ഇനി എല്ലാം കൂടെ വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്യുമ്പം ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും പോകും. ഈ 2ഉം ഈ 12ഉം വെട്ടിക്കളയാം. 6. ബാക്കി എന്തൊക്കെയുണ്ട്? 450 ഇൻറ്റു 5 ഇൻറ്റു 6, അതായത് 450 ഇൻറ്റു 30 എന്ന് വരും. 5 ഇൻറ്റു 6 30 ആണല്ലോ. സോ നമുക്ക് 13,500 എന്ന് കിട്ടും. 13,500 ഗുണിക്കുമ്പോൾ 13,500 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന പലിശ. ആകെ എത്ര തിരിച്ചടയ്ക്കണം എന്നാണ് ചോദ്യം. ആകെ എത്ര തിരിച്ചടയ്ക്കണം എന്നറിയാൻ 45,000 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 13,500 കൂടെ കൂട്ടണം. ഈ 13,500 കൂടെ കൂട്ടണം. അപ്പം 45,000 കൂടെ 13,500 കൂടെ കൂട്ടുമ്പം നമുക്ക് 58,500 എന്ന് വരും. 58,500 എന്ന് വരും. നമ്മുടെ ആൻസർ 58,500. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ചെയ്തത് ക്ലിയർ അല്ലേ? അവിടെ ചെറിയൊരു മാറ്റമുള്ളത് 2.5% എന്നതിനെ ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ 5/2 എന്ന് എഴുതി. അതാകുമ്പോൾ സോൾവ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. ഈ 2 പൂജ്യം താഴെ, ഈ 2 പൂജ്യം മുകളിൽ വെട്ടിക്കളയാം. ഈ 2ഉം ഈ 12 വെട്ടിക്കളയാം. 450 ഇൻറ്റു 5 ഇൻറ്റു 6 30 എന്ന് വരും അല്ലേ? അത് 13,500 എന്ന് കിട്ടും. ഇനി ഇത് പലിശയാണ്. മുതലും പലിശയും കൂടെ എത്ര തിരിച്ചടിക്കണം എന്ന് ചോദിച്ചാൽ മുതലായ 45,000 കൂടെ 13,500 കൂട്ടി എഴുതണം. അടുത്ത ചോദ്യം നോക്കാം. 40,000 രൂപയ്ക്ക്
15% പലിശ നിരക്കിൽ 3.25 വർഷത്തെ സാധാരണ പലിശ എത്ര? അപ്പൊ എന്ത് കാണാനുള്ള ചോദ്യമാ? സാധാരണ പലിശ, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ചോദ്യമാണ്. ഇക്വേഷൻ PNR/100 ആണ്. നമുക്കറിയാം പ്രിൻസിപ്പൽ എമൗണ്ട് 40,000 ആണെന്ന് തന്നിട്ടുണ്ട്. കാലയളവാണ് N അല്ലേ? കാലയളവ് മക്കളെ 3.25 വർഷം എന്നല്ലേ പറഞ്ഞേക്കുന്നേ? ഒന്ന് ശ്രദ്ധിക്കണേ, 3.25 വർഷം എന്നാണ്. ഇതൊരു മിശ്രഭിന്നമാണല്ലോ. ഇതിനെ നമുക്ക് ഒരു വിഷമഭിന്നമാക്കാം. അതിന് 3ഉം 4ഉം കൂടെ ഗുണിക്കാം 12, 1 കൂട്ടുക 13/4 ആണ് അല്ലേ? അപ്പൊ 3.25 എന്ന് പറഞ്ഞാൽ 13/4 വർഷമാണ് അല്ലേ? അപ്പൊ PNR/100ൽ എന്നിന്റെ സ്ഥാനത്ത് 13/4 എന്ന് കൊടുത്തു. കാരണം കാലയളവ് 13/4. PNR റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 15% ഓൾ ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ചെയ്തത് ക്ലിയർ ആണല്ലോ? യെസ്. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിക്കളയാം അല്ലേ മക്കളെ? ഈ 4ഉം ഈ 400ഉം വെട്ടിക്കളയാം, 100 അല്ലേ? സോ എങ്ങനെ കണ്ടുപിടിക്കും? 100 ഇൻറ്റു 13 ഇൻറ്റു 15 എന്ന് വരും. ശരിയല്ലേ? 100 ഇൻറ്റു 13 ഇൻറ്റു 15 നമുക്ക് 19,500 എന്നാണ് ഗുണിക്കുമ്പോൾ കിട്ടുന്നത്. സോ ഈ ചോദ്യത്തിന്റെ ആൻസർ 19,500 എന്ന് വരും. ഓപ്ഷൻ സി കറക്റ്റ് ഉത്തരമായിട്ട് വരും അല്ലേ? ഇവിടെ കാലയളവ് 3.25 വർഷം തന്നു. അപ്പൊ 3.25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ? അതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു വിഷമഭിന്നമാക്കിയിട്ട് ചെയ്തു. അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡയറക്ട്ലി സോൾവ് ചെയ്തു, വേറൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. 8,000 രൂപ 9 മാസ കാലയളവിലേക്ക് 10% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്ര? അപ്പൊ ഇത് എന്ത് കാണാനുള്ള ചോദ്യമാ? സിമ്പിൾ ഇൻട്രസ്റ്റ്, പലിശ കാണാൻ അല്ലെ? അപ്പൊ പലിശ കാണുക എന്ന് മാത്രമുള്ളെങ്കിൽ അത് സാധാരണ പലിശയാണ് കേട്ടോ. സാധാരണ പലിശ എന്ന് എടുത്ത് പറയണം എന്ന് നിർബന്ധമില്ല. പലിശ കാണുക എന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് സാധാരണ പലിശയാണ് കേട്ടോ. സോ SI = നമ്മുടെ ഇക്വേഷൻ PNR/100. ശരി, പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട് 8,000 ആണോ? ഇൻറ്റു N ചെയ്യണം. N കാലയളവാണ്. ഈ കാലയളവ് വർഷത്തിൽ പറയണം എന്നാണ് പഠിച്ചേക്കുന്നത് ആണോ? ഇവിടെ 9 മാസം എന്നാണ് കാലയളവ് തന്നേക്കുന്നത് അല്ലേ മക്കളെ? 9 മാസം എന്നാണ് കാലയളവ് തന്നേക്കുന്നത്. കാലയളവ് മാസത്തിലല്ല പറയേണ്ടത്, വർഷത്തിലാണ് ആണോ? അപ്പൊ മാസത്തിൽ കിടക്കുന്നതിനെ വർഷത്തിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മാസത്തിൽ തന്നിരിക്കുന്നതിനെ വർഷത്തിലേക്ക് മാറ്റാൻ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 9 മാസം വർഷത്തിലേക്കാക്കാൻ ബൈ 12 ചെയ്യണം. സോ നമുക്ക് 3/4 ഇയർ എന്ന് കിട്ടും. 3/4 ഇയർ. അപ്പോൾ 9 മാസം എന്ന് പറഞ്ഞാൽ 3/4 വർഷമാണ്. അപ്പോൾ ഒന്ന് എഴുതി വെച്ചോണേ. മാസത്തിൽ തന്നിരിക്കുന്നതിനെ വർഷത്തിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 12 ചെയ്യണം. മാസത്തിൽ തന്നിരിക്കുന്നതിനെ വർഷത്തിലേക്ക് മാറ്റാൻ ബൈ 12. ഓക്കെ, അപ്പൊ ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് വർഷത്തിലേക്ക് മാറ്റി എഴുതി 3/4 എന്ന് കിട്ടി അല്ലെ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആണ്. ഡിവൈഡഡ് ബൈ 100 എന്നല്ലേ വരുന്നേ? വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യാലോ. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിക്കളയാം. ഈ 4ഉം ഈ 80ഉം വെട്ടിക്കളയാം, 20 അല്ലേ? ബാക്കി 20 ഇൻറ്റു 3 ഇൻറ്റു 10 30 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 6,600 എന്നാണ് കിട്ടുന്നത് ഈ ചോദ്യത്തിന്റെ ആൻസർ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കാലയളവ് എപ്പോഴും ഇയറിലാണ് എടുക്കേണ്ടത്. മാസത്തിൽ തന്ന വർഷത്തിലേക്ക് മാറ്റി എഴുതിക്കണം. മാസത്തിനെ വർഷത്തിലേക്ക് മാറ്റാൻ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അടുത്ത ചോദ്യം നോക്കിക്കേ. 12,000 അല്ല 1,20,000 രൂപയ്ക്ക് 9.5% നിരക്കിൽ 8 മാസത്തേക്ക് എത്ര രൂപ പലിശ കൊടുക്കണം? ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട്. അത് 1,20,000 ആണ് അല്ലെ? 1,20,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. അത് 9.5 അല്ലെ? 9.5%. നമുക്ക് ഇതൊരു മിശ്രഭിന്നമാണല്ലോ. നമുക്ക് ഇതിനെ ഒരു വിഷമഭിന്നമാക്കാം. 9 ഇൻറ്റു 2 18, 19/2 എന്ന് വരും. 19/2% പലിശ നിരക്ക്.
ഇനി നമുക്കറിയാം ഇവിടെ കാലയളവ് തന്നിട്ടുണ്ട്. കാലയളവ് മാസത്തിലാണ് തന്നേക്കുന്നത്. അതിനെ മാസത്തിൽ എഴുതാൻ പറ്റില്ല, വർഷത്തിലേക്ക് മാറ്റണം അല്ലെ. മാസത്തിനെ വർഷത്തിലേക്ക് മാറ്റാൻ ബൈ 12. അപ്പൊ 8 മാസം എന്നുള്ളത് വർഷത്തിലേക്ക് മാറ്റാൻ 8/12, അതായത് 2/3 ഇയർ എന്ന് കിട്ടും അല്ലെ. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് 1,20,000, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 19/2%, കാലയളവ് 8 മാസം വർഷത്തിലേക്ക് മാറ്റുമ്പം 2/3 ഇയർ ആണ്. 2/3 ഇയർ ആണ് ചെയ്തത്. എല്ലാം ക്ലിയർ ആണോ? അത് നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, എങ്ങനെ ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. SI = PNR / 100 എന്നല്ലേ മക്കളെ ഇക്വേഷൻ. പ്രിൻസിപ്പൽ എമൗണ്ട് 1,20,000 ആണോ? യെസ്. നമ്പർ ഓഫ് ഇയേഴ്സ് 2/3 ഇയർ അല്ലേ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 19/2%, ഓൾ ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ചെയ്തത് പക്കയാണല്ലോ. ഈ 0 ഈ 0 വെട്ടിപ്പോയി അല്ലേ. ഇനി ഈ 2 വെട്ടിക്കളയാം. ഈ 3 ഈ 12 വെട്ടിക്കളയാം. 400 എന്ന് വരും അല്ലേ. 400 × 19 എന്ന് കിട്ടും. 400 × 19 7,600 എന്ന് വരും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 7,600 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കിട്ടുന്നത്. ശരി, മുന്നോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 48,000 രൂപയ്ക്ക് 8% പലിശ നിരക്കിൽ 2 വർഷവും 3 മാസവും കൊണ്ട് എത്ര രൂപ പലിശ കിട്ടും? മക്കളെ, ഇവിടെ കാലയളവ് 2 വർഷം 3 മാസം എന്നാ തന്നേക്കുന്നത് അല്ലേ. 2 years and 3 months ഇങ്ങനെയാണ് നമുക്ക് കാലയളവ് തന്നേക്കുന്നത്. 3 മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 3 മാസം എന്ന് പറഞ്ഞാൽ അത് വർഷത്തിലേക്ക് മാറ്റുമ്പോൾ 3/12 അല്ലേ. അതായത് 1/4 ഇയർ ആണ്. 3 മാസം എന്ന് പറഞ്ഞാൽ അത് 1/4 ഇയർ ആണ് അല്ലേ. അപ്പൊ 2 വർഷവും 3 മാസവും എന്ന് പറഞ്ഞാൽ 2.25 വർഷമാണ്. ശരിയാണോ? 2 വർഷം ഓൾറെഡി വർഷത്തിലാണ്. 3 മാസം വർഷത്തിലേക്ക് മാറ്റുമ്പോൾ കാലാണ്. അപ്പൊ 2ഉം 4ഉം 2.25 വർഷം. 2.25 വർഷം എന്ന് പറഞ്ഞാൽ 9/4 വർഷമാണ്. 9/4 വർഷം. 2.25 വർഷം എന്ന് പറഞ്ഞാൽ 9/4 വർഷമാണ് അല്ലേ. അപ്പോൾ കാലയളവ് 2 വർഷം 3 മാസം എന്ന് തന്നേക്കുന്നതിനെ മുഴുവനായിട്ട് നമ്മൾ വർഷത്തിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റുമ്പോൾ 2 വർഷം ഓൾറെഡി വർഷമാണ്. 3 മാസം വർഷത്തിലേക്ക് മാറ്റുമ്പോൾ /12, അതായത് 1/4 ഇയർ കിട്ടും. അപ്പോൾ 2.25 2 വർഷവും 3 മാസം. 2.25 മിശ്രഭിന്നമാണ്. വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ 9/4 ഇയർ എന്ന് കിട്ടും അല്ലേ. ഇനി ചോദിച്ചേക്കുന്നത് എത്ര രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്ന അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് = എന്താ ഇക്വേഷൻ? PNR/100. പ്രിൻസിപ്പൽ എമൗണ്ട് 48,000. ഓക്കെ. കാലയളവ് നമുക്കറിയാം 9/4 വർഷം ആണോ. ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 8%. PNR ഡിവൈഡഡ് ബൈ 100 അല്ലേ. മക്കളെ, ഈ 4ഉം ഈ 8ഉം വെട്ടിക്കളഞ്ഞു 2 തവണ. ഈ 2 0 ഈ 2 0 വെട്ടിക്കളഞ്ഞു. = 480 × 9 × 2 18. 480 × 18 എന്നാണ് നമുക്ക് ഇതിന് ആൻസർ വരുന്നത്. 8,640 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 8,640. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരാൾ 12,000 രൂപ 6% പലിശ നിരക്കിൽ 73 ദിവസത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്ര? ഇവിടെ കാലയളവ് 73 ദിവസം എന്നാണ് തന്നേക്കുന്നത് അല്ലേ. നമുക്കറിയാം കാലയളവ് എപ്പോഴും ഇയറിൽ പറയണം എന്നാ പഠിച്ചത്. അപ്പൊ ദിവസത്തിൽ കിടക്കുന്ന ഇതിനെ വർഷത്തിലേക്ക് മാറ്റാൻ നമ്മൾ ഇതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം മക്കളെ? 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആണോ. അപ്പോൾ ഓർത്ത് വെക്കുക, എഴുതി വെക്കുക, ദിവസത്തെ അല്ലേ.
ദിവസത്തിൽ കിടക്കുന്നതിനെ എന്തിലേക്ക് മാറ്റാൻ? ദിവസത്തിൽ കിടക്കുന്നതിനെ വർഷത്തിലേക്ക് മാറ്റാൻ നമ്മൾ 365 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 73 365 വെട്ടിക്കളയാം, 1/5 എന്ന് കിട്ടും അല്ലേ? അപ്പം 1/5 ആണ്. സാധാരണ 73 73ന്റെ മൾട്ടിപ്പിളോ ആണ് സാധാരണ ഡേയ്സ് ആയിട്ട് വരുമ്പോൾ തരുന്നത്. കാരണം അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിക്കോളും, വെട്ടിപ്പൊക്കോളും. അപ്പോൾ 73 × 5 ആണ് 365. അപ്പോൾ കാലയളവ് 1/5 ഇയർന്ന് കിട്ടും. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ PNR/100. പ്രിൻസിപ്പൽ എമൗണ്ട് 12,000 ആണ്. കാലയളവ് 1/5 ഇയർ ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6% ഡിവൈഡഡ് ബൈ 100. PNR/100 എന്ന് വരും. യെസ്, ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിക്കളയും. ഈ 5ഉം ഇതും കൂടെ വെട്ടിക്കളയാം. 24 എന്ന് വരും അല്ലേ? 24 × 6 അല്ലേ? ആൻസർ 144 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. സോ ചോദ്യത്തിൻ്റെ ആൻസർ 144 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. അപ്പം ദിവസത്തിൽ തന്നാൽ വർഷത്തിലേക്ക് മാറ്റിയിട്ടേ കണക്ക് ചെയ്യാവുള്ളൂ. ദിവസത്തിനെ വർഷത്തിലേക്ക് മാറ്റാൻ നമുക്കറിയാം 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ പഠിച്ചു വെച്ചോണം, 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ദിവസത്തിനെ വർഷത്തിലേക്ക് മാറ്റാനുള്ള മാർഗം. എങ്കിൽ ഈ ടൈപ്പിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. 22,500 രൂപയ്ക്ക് 10% സാധാരണ പലിശ നിരക്കിൽ 2013 ഫെബ്രുവരി 9 മുതൽ ഏപ്രിൽ 23 വരെയുള്ള സാധാരണ പലിശ എത്ര? മക്കളെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്കറിയാം. എത്രയാ? 22,500 ആണ് അല്ലേ? ഓക്കെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കറിയാം 10%. പക്ഷെ കാലയളവ് തന്നിട്ടില്ല. അതായത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതായത് ഫെബ്രുവരി മാസം 9-ാം തീയതി മുതൽ ഫെബ്രുവരി 9 മുതൽ ഏപ്രിൽ 23 വരെയുള്ള പലിശയാണ് കാണേണ്ടത് അല്ലേ? അതായത് ഫെബ്രുവരി 9 മുതൽ ഏപ്രിൽ 23 വരെ നിക്ഷേപിച്ചാൽ എത്ര പലിശ കിട്ടുന്ന അറിയണം. അപ്പൊ ആദ്യം എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഫെബ്രുവരി മാസത്തിൽ വർഷം ഏതാന്ന് നോക്കിക്കേ, 2013. അപ്പൊ അതൊരു സാധാരണ വർഷമാണ്. സാധാരണ വർഷത്തിൽ ഫെബ്രുവരിക്ക് 28 ദിവസമാണ് അല്ലേ? അപ്പൊ നിങ്ങൾ പറ, ഫെബ്രുവരിയിൽ 9 മുതൽ 28 വരെ എത്ര ദിവസമുണ്ട്? ഫെബ്രുവരി 9 മുതലാ തുടങ്ങുന്നത്. 9 മുതൽ 28 വരെ 20 ദിവസമുണ്ട് മക്കളെ. 9 മുതൽ 28 വരെ 20 ദിവസമുണ്ട്. 9 മുതൽ നമ്മൾ 28 9 കുറച്ചാലേ 19 നമുക്ക് കിട്ടുന്നത് അല്ലേ? പക്ഷെ 9 മുതൽ എന്ന് പറഞ്ഞാൽ 9ഉം കൂടി എടുക്കണം. അപ്പോൾ 9 മുതൽ 28 വരെ എത്ര ദിവസം ഉണ്ടെന്നറിയാൻ 28 9 കുറച്ച് ഒന്ന് കൂട്ടി പറയണം. ആക്ച്വലി ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, 5 മുതൽ 10 വരെ എത്ര ദിവസമുണ്ട്? ചാടിക്കറി 5 എന്ന് പറയും. അല്ല, 5 മുതൽ 10 വരെ 6 ദിവസമുണ്ട്. 5 മുതൽ 10 വരെ 5 ദിവസമല്ല, 6 ദിവസമുണ്ട്. നിങ്ങൾ എണ്ണി നോക്കിയേ. 5 മുതൽ എന്ന് പറയുമ്പോൾ 5 എടുക്കണ്ടേ? 5 6 7 8 9 10. കണ്ടോ? 5 മുതൽ 10 വരെ 6 ദിവസമുണ്ട്. അപ്പം 10 മുതൽ 20 വരെ എത്ര ദിവസം ഉണ്ടെന്നറിയാൻ 10 ആണെന്ന് ചാടി വിചാരിക്കും. അല്ല, 11 ദിവസമുണ്ട്. 10 മുതൽ 20 വരെ എത്ര ദിവസം ഉണ്ടെന്ന് അറിയാൻ 20 നിന്ന് 10 കുറച്ച് ഒന്ന് കൂട്ടി പറഞ്ഞാൽ മതി. ഈ ലോജിക്ക് ഒന്ന് ഓർക്കുക. അപ്പോൾ 9 മുതൽ 28 വരെ എത്ര ദിവസം ഉണ്ടെന്ന് അറിയാൻ 28 നിന്ന് 9 കുറച്ചിട്ട് ഒന്ന് കൂട്ടി പറയണം. 20 ദിവസമുണ്ട് കേട്ടോ. ശരി, അടുത്ത മാസം ഫെബ്രുവരി കഴിഞ്ഞ് ഏതാ? മാർച്ച്. മാർച്ചിൽ 31 ദിവസമുണ്ട് ആണോ? അടുത്ത മാസം ഏപ്രിൽ ആണോ? ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ. ഏപ്രിൽ നമുക്കറിയാം 23 വരെ 23 ദിവസമുണ്ട്. ശരിയാണോ? എല്ലാം കൂടെ കൂട്ടുമ്പം 74 ദിവസം എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഫെബ്രുവരി 9 മുതൽ ഏപ്രിൽ 23 വരെ 73 അല്ല 74 ദിവസമുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, 73 ദിവസത്തെ പലിശയെ കിട്ടുള്ളൂ. 74 ദിവസമുണ്ട്. ഫെബ്രുവരി 9 മുതൽ ഏപ്രിൽ 23 വരെ എത്ര ദിവസമുണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 74 ദിവസം എന്നാണ്.
പക്ഷേ ബാങ്കുമായി ബന്ധപ്പെട്ട ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം 74 ദിവസത്തെ പലിശ തരില്ല, 73 ദിവസത്തെ പലിശയെ തരുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കാതെ എന്താ സാറേ? അതായത് മക്കളെ, ഒന്നെങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ദിവസത്തെ അല്ലെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന ദിവസത്തെ പലിശ തരില്ല. ഒന്നെങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ദിവസത്തെ അല്ലെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന ദിവസത്തെ പലിശ തരില്ല. ഏതെങ്കിലും ഒന്ന് അവർ ഒഴിവാക്കും. അപ്പോൾ 74 ദിവസം ഉണ്ടെങ്കിലും ഒന്നെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത ദിവസത്തെ പലിശയില്ല അല്ലെങ്കിൽ വിഡ്രോ ചെയ്ത ദിവസത്തെ പലിശയില്ല. അപ്പോൾ 74 ദിവസം ഉണ്ടെങ്കിലും 73 ദിവസത്തെ പലിശ തരും. അപ്പം എൻ എന്ന് പറഞ്ഞാൽ 73 ദിവസമാണ്. അതിനെ വർഷത്തിലേക്ക് മാറ്റുമ്പോൾ 73/365. നമ്മൾ പറഞ്ഞു കാലയളവ് വർഷത്തിലേ പറയാവുള്ളൂ. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. 73/365 1/5 ഇയർ ആണ്. 1/5 ഇയർ. അപ്പൊ ഇവിടെ കാലയളവ് എടുക്കേണ്ടത് 1/5 ഇയർ ആണ്. വേറെ ഒരു പ്രശ്നവുമില്ല. 1/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ മക്കളെ. എന്താ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ? PNR/100 അല്ലേ? PNR / 100 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രിൻസിപ്പൽ എമൗണ്ട് 22,500 ആണോ? ഈ കാലയളവ് 1/5 ഇയർ ആണോ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%, ഓൾ ഡിവൈഡഡ് ബൈ 100. ശരിയല്ലേ? 2 0 ഇവിടെയും 2 0 ഇവിടെയും വെട്ടിക്കളയാം. ഈ 5ഉം 225 വെട്ടിക്കളയാൻ 45. 45 × 10 450 എന്ന് കിട്ടും ആൻസർ. സോ ഓപ്ഷൻ ഏതാ? 450 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ നിക്ഷേപിച്ചു എന്ന് പറയുമ്പം ഒന്നെങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത ദിവസത്തെ അല്ലെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്ത ദിവസത്തെ പലിശ നമുക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞോണം അല്ലെങ്കിൽ ഓർത്തിരുന്നോണം. നമുക്ക് ഈ പാർട്ട് 1 വീഡിയോ ഇവിടെ അങ്ങ് അവസാനിപ്പിച്ചാലോ? യെസ്, ഇതിൽ 2 ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, പലിശ നിരക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. എന്താ പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഈടാക്കുന്ന പലിശയെ വിളിക്കുന്ന പേരാണ് പലിശ നിരക്ക്. അതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ PNR/100 ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടൈപ്പ്. അങ്ങനെ 2 ടൈപ്പ് ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ 2ാമത്തെ പാർട്ട് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ.